ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചാൽ തീരാവുന്നതല്ല ഈ പ്രശ്നം. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നാം ആലോചിക്കണം. അവരുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. എത്രയേറെ ജനവിരുദ്ധ നയങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. എവിടെയും ശബ്ദിക്കാൻ നമുക്കായില്ല എന്ന കാര്യം ഓർക്കണം. ആത്മീയത ഭൗതികതയിൽ പ്രകാശിക്കേണ്ട ഒരു കാര്യമാണ്. ഭൗതികതയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അത് ആത്മീയമായ വീഴ്ചയാണ്. ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൗത്യം സഹോദരന് കാവലാകുക എന്നുള്ളതാണ്. അയൽക്കാരന് സാന്ത്വനമാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൗത്യം നിറവേറ്റാൻ കഴിയാതെ പോകുമ്പോൾ, വേദനിക്കുന്നവരുടെ പക്ഷം ചേരാതിരിക്കുമ്പോൾ, മനുഷ്യത്വത്തിനേൽക്കുന്ന ക്ഷതങ്ങളിൽ തൈലം പുരട്ടാൻ കഴിയാതെ പോകുമ്പോൾ നാം നിശ്ചയമായിട്ടും ക്രിസ്തു വിരുദ്ധരായിട്ട് മാറും എന്ന കാര്യം അറിയണം. നമുക്ക് തിരിച്ചറിവില്ലാണ്ട് പോകുന്നുണ്ട്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടൽ ശേഷി നമുക്കുണ്ടാകുന്നില്ല. മനസാക്ഷിയുടെ സ്വരമാകേണ്ടതാണ് സഭ. നാം ഈ ലോകത്ത് മനസാക്ഷിയുടെ സ്വരമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ തടവിലാക്കപ്പെടുന്നു. മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെടുന്നു. അവർ NIA കസ്റ്റഡിയിലാവുന്നു. ഈ പറഞ്ഞ കസ്റ്റഡിയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുക എന്നതുകൊണ്ട് തീരാവുന്നതല്ല ഈ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ അവർക്ക് മോചനം ലഭിച്ചിട്ടില്ല. എന്നാൽ വേറെ 7 പേർക്ക് ഇന്ന് മോചനം ലഭിച്ചു. ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴാണ് നാം ഏതവസ്ഥയിലാണ്, ഇന്ത്യ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് വ്യക്തമാകുക. അത് മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളാണ്. 2006 മലേഗാവ് സ്ഫോടന കേസ് ഉണ്ടാകുന്നത്. മലേഗാവ് സ്ഫോടനത്തിൽ 45 പേരാണ് മരിക്കുന്നത്. 125ഓളം പേർക്ക് പരിക്കേൽക്കും. അത് സിമിയുടെയും ലഷ്കർ തൊയ്ബയുടെ ഒക്കെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ പിന്നീട് 2013 ആകുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ആരാണ് പ്രതികളെന്ന് വെളിപ്പെടുന്നു. പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകൾ അഭിനവ് ഭാരത് എന്ന പേരിൽ സംഘപരിവാറുകാർ നിരന്തരം അണിയുന്ന ഒരു മുഖംമൂടിയുടെ ഭാഗമായി ഒരു മുഖംമൂടി അണിഞ്ഞ ആളുകളാണ് ഈ പ്രവൃത്തി ചെയ്തത്. പിന്നീട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ജാമ്യം ലഭിച്ചു. അവർ MP ആയിട്ട് വരുന്നു. കൊലപാതകം ചെയ്യുന്നവരാണ് കൂടുതൽ മേന്മയുള്ള ഭരണാധികാരികൾ എന്നാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ധാരണ. അതുകൊണ്ട് ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദി പ്രധാനമന്ത്രിയാകും. മലേഗാവ് സ്ഫോടന കേസിന് ശേഷം പ്രഗ്യാ സിംഗ് ഠാക്കൂർ MP ആകും. അതൊക്കെ സ്വാഭാവികം. ഇപ്പോൾ അവർ MP അല്ല. ഇപ്പോൾ ആ കേസിലെ 7 പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുക. അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന, ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ആളുകളെ വെറുതെ വിടുക. ട്രയൽ കോടതിയാണ് വെറുതെ വിട്ടത്. ഇനി മേൽക്കോടതികളുണ്ട്. എങ്കിലും വെറുതെ വിടുക. അതേസമയം തന്നെ നിരപരാധികൾ അകത്താകുക. ഇത് ഇന്ത്യയിൽ ഇപ്പൊ തുടങ്ങിയ കാര്യമല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 കന്യാസ്ത്രീ അമ്മമാർ ജയിലിലായപ്പോ വികാരത്തുടിപ്പോടെ ജാഥയൊക്കെ നടത്തുമ്പോൾ ഓർക്കണം, ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. എത്രയേറെ പേർ കൊല്ലപ്പെട്ടു. പശുവിറച്ചിയുടെ പേരിൽ എത്രയോ പേർ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ. എത്രയേറെ പേർ ഇപ്പോഴും തടവറകൾക്കകത്താണ് അന്യായമായി. നാം ശബ്ദിച്ചില്ല. അവിടെയൊക്കെ നിശബ്ദത പാലിക്കുകയും നമ്മുടെ അയൽക്കാരനോടുള്ള കടമ നിറവേറ്റാതെ പോവുകയും ചെയ്തിട്ടുണ്ട് നാം. ക്രൈസ്തവ ജീവിതം ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ചെറിയ ബന്ധത്തിൽ നിൽക്കുന്ന കാര്യമല്ല. ഞാൻ ദൈവത്തിൽ നിന്നാണെന്നും ദൈവത്തിൻ്റെതാണെന്നും തിരിച്ചറിയുക വഴി സഹോദരന് വേണ്ടിയാണെന്ന തിരിച്ചറിവിലേക്ക് വളരുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന ചോദ്യത്തിന് കായേൻ പറയുന്നത്, ഞാൻ അവന്റെ കാവൽക്കാരനാണോ എന്നാണ്. നമ്മളിവിടെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കണത് എങ്ങനെയാ? നമ്മുടെ സ്വന്തം കാര്യം നോക്കി അവനവനോട് തടവില്ലാതെ അവന് പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള സൂത്രമാർഗത്തിലാണ്. അങ്ങനെയാണ് ഭരണകൂടവുമായി സന്ധി ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിൽ സഭ മാറിയത്. സീറോ മലബാറുകാർക്ക് ആഢ്യത്വം കൽപ്പിക്കുന്ന നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ് തോളെ കൈയിടുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് വന്നുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ എതിർപക്ഷത്ത് നിർത്തി
ലവ് ജിഹാദും നക്കോട്ടിക് ജിഹാദും ഒക്കെ പ്രഘോഷിച്ച് ഇവിടെ ഒരു ഭിന്നത ഉണ്ടാക്കി. ആ ഭിന്നതയിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായെ തിരിച്ചറിയാതെ പോയി കേരളത്തിൽ. മണിപ്പൂരിൽ കലാപം നടക്കുന്ന സമയത്താണ് അവിടെ അനേകർ കൊല ചെയ്യപ്പെടുകയും ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന നേരത്താണ് തൃശ്ശൂരിൽ നിന്ന് സംഘപരിവാറിന്റെ ഒരു ഉൽപ്പന്നത്തെ നമ്മൾ വിരിയിച്ചെടുക്കുന്നത്. അതിന് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നമുക്ക് മാറാൻ കഴിയില്ല. ഇന്ത്യയിലാകെ ജനങ്ങൾ നേരിടുന്ന പട്ടിണിക്ക് പരിഹാരമായി നിൽക്കാൻ ക്രൈസ്തവ സഭയ്ക്ക് കഴിയണം. നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ മിഷണറിമാരാണ്. ഓരോ മഠവും ഓരോ ക്ലിനിക്കുകളും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ സാമാന്യ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. അതൊന്നും മതപരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. കാസയുടെ ആള് പറയണ കേട്ടു, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്, ഇവിടുത്തെ കാര്യം നോക്കിയാൽ പോലും അവിടുത്തെ കാര്യം നോക്കാൻ ഗവൺമെന്റ് ഉണ്ട്. ഏത് ഗവൺമെന്റ് എവിടത്തെ കാര്യം നോക്കണ കാര്യം പറയണേ? പട്ടിണിയിലും രോഗത്തിലും ദുരിതത്തിലും കഴിയുന്ന അജ്ഞരായ മനുഷ്യർ ഇന്ത്യയിലെമ്പാടും, അവരാണ് മഹാഭൂരിപക്ഷം. അവരാണ് ദളിതർ, അവരാണ് ആദിവാസികൾ, അവരാണ് ന്യൂനപക്ഷങ്ങൾ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിക്കുക എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ധാർമ്മികതയാണ് മിഷൻ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഉത്തരേന്ത്യ പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടത നമുക്കറിയാം, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ രാജസ്ഥാനിൽ ഒരിക്കൽ പോകുമ്പോൾ അവിടെ കുട്ടികൾക്കാണ് ധ്യാനം. ആ ധ്യാനം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ നിരവധി കുട്ടികളുണ്ട്. ഒരു നേരമാണ് ഭക്ഷണം. ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. അത്രത്തോളം അരിശിതാവസ്ഥ അവിടെയുള്ള അനാഥാലയങ്ങൾ പോലും നേരിടുന്നു. അനാഥാലയങ്ങൾക്കുണ്ടായിരുന്ന റേഷനൊക്കെ വെട്ടിക്കുറച്ചൊരു കാലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നു. റേഷനൊക്കെ വെട്ടിക്കുറച്ചു. ഇങ്ങനെ റേഷൻ വെട്ടിക്കുറയ്ക്കുകയും ദരിദ്രരെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഇവിടെ ഒരു പഞ്ഞമില്ലായിരുന്നു, പട്ടിണി ഇല്ലായിരുന്നു, എല്ലാവരും സുഖമായിരുന്നു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ BJP അധികാരത്തിൽ വരുമ്പോൾ, സവർണ ഫാസിസം ഇന്ത്യയെ പിടിമുറുക്കുമ്പോ, ഇന്ത്യയിൽ ഈ അധസ്ഥിതൻ മരിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്നും അപമാനിതനാകാൻ വിധിക്കപ്പെട്ടവനാണെന്നും ബലാത്സംഗം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണെന്നും ഉറപ്പാകുന്നു. അതിക്രമങ്ങൾ പരസ്യമായിട്ട് നടക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് മരുന്നും ഭക്ഷണവും വെള്ളവും ഒക്കെയായി ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന സേവനങ്ങൾ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അവയൊക്കെ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് മിഷൻ മേഖലയിൽ. ഈ പറഞ്ഞ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ക്രൈസ്തവർക്കുമെതിരെ നടക്കുന്ന ഒരു പീഡനത്തെക്കുറിച്ചും നാളിതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മൾ കേക്കും വൈനും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവരെ സ്വീകരിച്ച് വിരുന്ന് സൽക്കാരമൊക്കെ നടത്തി പാവപ്പെട്ടവനെ അവഗണിക്കുന്ന തിരുനാളാഘോഷങ്ങളായിപ്പോയി അവയെല്ലാം. എന്റെ പിഴ അടിക്കാൻ പറ്റണം. മണിപ്പൂരിൽ ഈ കണ്ട അതിക്രമങ്ങൾ നടക്കുന്ന സമയത്തല്ലേ നമ്മുടെ അരമനകളിൽ ഈ പറഞ്ഞ സംഘപരിവാർ പ്രവർത്തകർക്ക് സ്വീകരണം കൊടുത്തത്? മാനന്തവാടിയിൽ മോദി സ്തുതിപാടി മോദിയുടെ കർമ്മ പദ്ധതിയെക്കുറിച്ച് ഉള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒരു ബിഷപ്പാണ്. BJP നേതാക്കൾക്ക് അത് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നത്. ഇതൊക്കെ അരങ്ങേറിയ സ്ഥലമായത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പിഴവ് പറ്റിയാൽ തിരുത്താൻ പറ്റും. നമുക്ക് പിഴവുണ്ടായിട്ടുണ്ട്. ദരിദ്രരോട് പക്ഷം ചേരുന്നതിൽ പിഴവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പീഡിതരോട് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അത് അക്ഷന്തിമമായ തെറ്റാണ്. നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ വന്ന സമയത്ത് നാം എന്ത് ചെയ്യായിരുന്നു? സർവകലാശാലകളിലെ കുട്ടികളൊക്കെ സമരത്തിനിറങ്ങിയപ്പോ നമ്മൾ സമരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെമ്പാട് സമരം നടന്നല്ലോ, നമ്മൾ സമരപക്ഷത്തുണ്ടായിരുന്നു. സഹോദരൻ പീഡ ഏൽക്കുമ്പോ അവനെ കരുതാനാകുന്നില്ലെങ്കിൽ അവന്റെ കൊലപാതകത്തിന് തുല്യമായ പങ്കുണ്ടെന്ന് പറയണം. തിന്മകൾക്ക് സാമൂഹ്യമായ വശമുണ്ട്. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോ, ക്രൂരമായി കൊല്ലപ്പെടുമ്പോ അടുത്തു നിന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച ആ മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവം കൊലപാതകത്തിന് അനുമതി നൽകുന്ന മനോഭാവമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി പീഡിപ്പിക്കപ്പെടുമ്പോ അവർ നമ്മുടെ ശത്രുക്കളാണെന്നും രണ്ടടി അവർ കൊള്ളട്ടെ എന്നും പറഞ്ഞ് ചിരിച്ച ആ ഒരു മനോഭാവം ഉണ്ടല്ലോ,
ആ മനോഭാവം നമുക്ക് അടികൊള്ളാൻ ഇടയാകുമ്പോഴും നാം കാണണം. അതുകൊണ്ട് സമുദായങ്ങളെ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിച്ച് അവയിൽ നിന്നും വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ചോര കുടിക്കുന്ന, ഇന്ത്യയിലാകെ മതന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പീഡിപ്പിക്കുന്ന ഭരണകൂട ഭീകരതയെയും RSS പ്രത്യയശാസ്ത്രത്തെയും നമ്മൾ അറിയണം. അതിനെതിരെ പ്രതികരിക്കാൻ പറ്റണം. ഇപ്പോ ഭക്ഷണമില്ല ഒരാൾക്ക്, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് തീരരുത്. എന്തുകൊണ്ട് ഭക്ഷണമില്ല? ചോദ്യം ഉന്നയിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ട് ഇന്ത്യയിൽ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണമില്ല? എന്തുകൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു? കേരളത്തിലെ റബ്ബർ കർഷകരുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇന്ത്യയിലാകെ കഴിഞ്ഞ നാളുകളിൽ മരിച്ച ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? ആത്മഹത്യ ചെയ്തവരെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾ നടക്കുന്നത് നമ്മൾ ചോദിക്കണ്ടേ? ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, അത് മിഷൻ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം, എന്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണമില്ല എന്ന് ചോദിക്കാൻ സ്വരമുയർത്താൻ പറ്റണം. അവർ അർഹരാണ്. ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് സാമൂഹ്യ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം ഓരോ പൗരനും. ഈ സാമൂഹ്യ സുരക്ഷിതത്വം ലംഘിക്കപ്പെടുമ്പോൾ, ഈ സാമൂഹ്യ സുരക്ഷിതത്വം തകർക്കപ്പെടുമ്പോൾ, തെരുവിൽ ആൾക്കൂട്ടം പശുവിറച്ചിയുടെ പേരിലും പലതിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒക്കെ നടത്തുന്ന അതിക്രമങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മൗനം പാലിക്കുമ്പോൾ ഞാൻ സഹോദരന്റെ കാവൽക്കാരനല്ലെന്നായി പറയണേ. ഇനി അതുകൊണ്ട് മാത്രമായില്ല, ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രമല്ല, എന്തുകൊണ്ട് ഭക്ഷണമില്ല എന്ന് ചോദിക്കൽ മാത്രമല്ല, ഭക്ഷണം വേണമെന്ന് പറയാനും അവന് ഭക്ഷണം നേടിയെടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കാനും ബാധ്യതയുണ്ട്. ലോകത്തിന്റെ മനസാക്ഷിയ സഭ. ദൈവത്തിന്റെ സ്വരം ഈ ലോകത്തോട് പറയണം. അവരൻ ഇങ്ങനെ കഷ്ടാനുഭവങ്ങളിലേക്ക് പോകാൻ മൗനാനുവാദം കൊടുക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. ഈ വീഴ്ച നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. നമ്മളെപ്പോഴും ആത്മീയതയെ കാണുന്നത് പൊതിഞ്ഞു മൂടി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവം, നമ്മുടെ കാര്യം. ഇങ്ങനെയല്ല ആത്മീയത. ആത്മീയത വെളിപ്പെടേണ്ടത് അപരത്വത്തിലാണ്, പരസ്നേഹത്തിലാണ് ദൈവസ്നേഹം വെളിപ്പെടേണ്ടത്. പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം. സഹോദരനെ എന്നല്ല പറഞ്ഞത്, അയൽക്കാരനെ. എങ്ങനെയാ പരിവർത്തിപ്പിക്കാൻ കാരണം? സഹോദരൻ എന്ന് പറയുമ്പോൾ ഉടനെ എന്ത് പറയും? ക്രൈസ്തവർ. അങ്ങനെയല്ല. ക്രൈസ്തവ പീഡനത്തിനെതിരെ അല്ല ശബ്ദം വേണ്ടത്. ക്രൈസ്തവ പീഡനം ലോക യാഥാർത്ഥ്യമാണ്. സഭ ഉണ്ടായ നാൾ മുതൽ സഭ അനുഭവിക്കുന്ന പീഡയാണ്. ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു, ശിഷ്യന്മാർ കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഇതൊരു തുടർച്ചയാണ്. ഒരു കുഴപ്പമില്ല. മരിക്കാമെന്നുള്ള ധൈര്യത്തോടെ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കൊല്ലാം, ഒരു കുഴപ്പമില്ല. മരണം ഒരു വിജയമാണ്. കൊല്ലപ്പെട്ടാൽ അതൊരു വിജയമാണ്. കാരണം പിന്നെ ആ മരണം സംസാരിക്കും. ഞാൻ ഉദയനഗറിൽ പോയി, റാണി മരിയെ കൊല്ലപ്പെട്ടെടുത്ത്. റാണി മരിയെ കൊല്ലപ്പെട്ടെടുത്തേക്കുള്ള ആ യാത്ര അതികഠിനമായ വേദന ഉണ്ടാക്കിയ യാത്രയാണ്. അങ്ങനെ ആ യാത്രക്കിടയ്ക്ക് ഞങ്ങൾ വിദ്യാപർവ്വത്തിന്റെ മുകളിലെത്തി. അവിടെ വെച്ചാണ് റാണി മരിയെ കൊല്ലപ്പെട്ടത്. അവിടുത്തെ കറുത്ത മണ്ണ് ഒരു പിടി വാരിയെടുത്തു. എനിക്ക് തോന്നി, ഇവരെ പോലെയൊന്നും ആകാൻ പറ്റാതെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ആ പർവ്വതത്തിന്റെ മുകളിൽ താഴേക്ക് ചാടി മരിക്കണമെന്ന് തോന്നിപ്പോയി. അത്രത്തോളം ഹൃദയം വേദനിച്ചു. നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടി ജീവനർപ്പിക്കുന്ന ആളുകൾ. എന്നാണ് റാണി മരി ചെയ്ത തെറ്റ്? അവിടെ സ്ത്രീകളെ സംഘടിപ്പിച്ചു, അവർക്ക് തൊഴിൽ നേടിക്കൊടുത്തു, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വരുമ്പോ അവിടുത്തെ ജമീന്ദാർമാർക്ക്, അവിടുത്തെ ഉന്നതർക്ക് അത് സഹിക്കാവുന്നതല്ല. അവിടെയാണ് വിശ്വാസം പ്രയോഗിക്കുന്നത്. വഴിയിലൂടെ വരുമ്പോഴുള്ള, വഴിയിലൊക്കെ ഈ നാട്ടിലെ പോലെയല്ല, വഴിയിലൊക്കെ ചുമന്ന ചായം പൂശിയ കല്ലുകൾ കാണും. അവിടെയൊക്കെ ആളുകൾ തേങ്ങയെ കുടയ്ക്കും. അങ്ങനെ തേങ്ങ ഉടച്ചു. ആ തേങ്ങയുടെ കൊത്തു കൊടുത്തുകൊണ്ടാണ് ഈ കൊലപാതകം അരങ്ങേറുന്നത്. പോകുന്ന വഴിയിൽ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ ചെന്ന് വിദ്യാപൂർവത്തിന് മുകളിൽ നിന്ന് തിരികെ വന്ന് റാണി മരിയെ അടക്കം ചെയ്ത സ്ഥലത്ത് വന്നു. അന്ന് 18 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. 18 കുടുംബങ്ങളാണ് ക്രൈസ്തവ കുടുംബങ്ങളായിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് അവിടെ ഉള്ളവരൊന്നുമല്ല, കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആളുകളാണ്. മിഷന്റെ ഭാഗമായിട്ടും പലവിധ ജോലിക്കായിട്ടും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ അവരാണ്. പക്ഷേ റാണി മരിയ കൊല്ലപ്പെട്ട അന്ന് മുതൽ, ക്രിസ്തുവിന്റെ നാമത്തിൽ രക്തം ചിന്തിയ അന്ന് മുതൽ ഈ കബറിടത്തിൽ 2000-ത്തിലധികം പേരാണ് സമ്മേളിക്കുന്നത്.
എല്ലാ ശനിയാഴ്ചയും അവിടെ നിന്ന് പ്രാർത്ഥനയുണ്ട്. 2000 പേരാ വരുന്നത്. അതാ നാട്ടുകാരാ. അശരണരായ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, അടിച്ചമർത്തപ്പെട്ട, എല്ലാവരാലും എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർ ആ രക്തത്തിന്റെ വില തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മരണം ഒരു പ്രശ്നമല്ല. കന്യാസ്ത്രീയമ്മമാരും ക്രിസ്തുദാസത്തിനൊക്കെ പീഡിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലില്ലേ? ചെരുപ്പമാല ധരിച്ച് നഗ്നനാക്കി വഴി കൂടി നടത്തിയത്, അടികൊണ്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് ആരാണ് അടിച്ചതെന്ന് അറിയില്ലെന്നാണ്. നിങ്ങളുടെ നീതി വേണ്ട എന്നാ പറഞ്ഞത്. അതുകൊണ്ട് 2 കന്യാസ്ത്രീയമ്മമാർ മോചിതരായിത്തീരുന്ന പ്രശ്നമല്ല. കന്യാസ്ത്രീയമ്മമാർ മോചിക്കപ്പെടുക എന്നുള്ളതോ ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെടാതിരിക്കുക എന്നുള്ളതോ അല്ല പ്രശ്നം. ഇന്ത്യയിൽ ഓരോ പൗരനും തുല്യ അവകാശമുണ്ട്. ഈ പൗരത്വം അംഗീകരിക്കണം. മനുസ്മൃതി പറയുന്ന, ചാതുർവർണ്ണ വ്യവസ്ഥ പറയുന്ന രീതിയിൽ ഇവിടെ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അടിച്ചമർത്താൻ പറ്റില്ല. അതിനെതിരെ ശബ്ദിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാതെ കേവലം നമുക്ക് നോവുമ്പോ നമ്മുടെ മുറിവുണക്കാൻ ഈ പുറമേ പുരട്ടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ടായില്ല. പുറമേ തൈലം പുരട്ടുന്നൊരു പരിപാടി അതുകൊണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു ബാധ്യത ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് വിശ്വാസിയായി ഓരോരുത്തർക്കും ഉണ്ട്. അത് കാസ പറയണ പോലെയല്ല. സംഘപരിവാറിന് കുഴൽ പോകുന്നവർക്ക് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർ ഉടനെ മുസ്ലിം വിരോധം പറയാം. ഞാൻ പറയുന്നത് ലോകത്തെമ്പാടും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ പ്രശ്നമുണ്ട്, ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരു തർക്കം കാര്യത്തിലില്ല. പക്ഷെ ഇന്ത്യ ജനാധിപത്യ രാജ്യം, മതനിരപേക്ഷ രാജ്യം. നാം ഇന്ത്യയിലെ ജനങ്ങളാണ്. ആ ഇന്ത്യയിലെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. ആരാൽ? സവർണ മേൽക്കോയ്മയാൽ. അതുകൊണ്ട് ഇന്ത്യൻ ഭരണവ്യവസ്ഥ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, സംഘപരിവാർ ശക്തികളുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വിരാമമിടാൻ നിരന്തര ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ട്. ഇവിടുത്തെ കഷ്ടത അനുഭവിക്കുന്ന, ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യരോട് ചേർന്ന് ശബ്ദമുയർത്താൻ ബാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ആ ബാധ്യത നിറവേറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയതയുള്ളവരായിട്ട് മാറുക. ഇത് രാഷ്ട്രീയമല്ല. ഇന്ത്യ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഇന്ത്യയെ എങ്ങനെ ഭരിക്കുന്നു, ഇന്ത്യൻ ജനത എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാ പ്രശ്നം. സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ, പ്രാർത്ഥിക്കാൻ പോലും അവസാനത്തെ ആശ്രയമാണ് പ്രാർത്ഥന, അതുപോലും അവകാശമില്ലാതെ മനുഷ്യർ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഇന്ത്യയിലെമ്പാടും നടക്കാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ നാമധാരികളായിരിക്കാനും ക്രൈസ്തവ വേഷം ധരിക്കാനും പറ്റാത്ത രീതിയിലായി. സന്യാസികളോടൊക്കെ പറയാണ്, നിങ്ങൾ ഇനി ആ രൂപത്തിൽ നടക്കണ്ട. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മേഘനഗറിൽ പോകുമ്പോൾ എന്നോട് ആളുകൾ ഉപദേശിച്ചു, ഞാനൊരു കുരിശ് കുത്തുമായിരുന്നു, ആ കുരിശ് മാറ്റി വയ്ക്കാൻ. ഞാൻ വിചാരിച്ച കുരിശുണ്ടല്ലോ എന്നൊരു ധൈര്യമാണ്. പക്ഷേ കുരിശ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപകടമാണ്. ഇതിപ്പോ മാത്രമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിലല്ല, സാഹോദര്യം എന്നതിനെ കുറിച്ച് തിരിച്ചറിയണം. അത് അയൽക്കാരൻ, തൊട്ടരികത്തുള്ളവൻ. നമ്മൾ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഈ ഒരു പ്രശ്നം മാത്രമായിട്ട് കാണരുത്. തൊട്ടടുത്ത വീട്ടിൽ മരണം നടന്നിട്ട് അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കോമഡി പരിപാടി ടി-വിയിലൂടെ കേൾക്കാം. ഇപ്പുറത്ത് ഒരു കുടുംബത്തിലെ ഒരു അംഗം വേർപെട്ടതിന്റെ വേദനയിൽ മനുഷ്യർ വിങ്ങിക്കരയുമ്പോൾ തൊട്ട അയൽപക്കത്ത് ടി-വിയിലൂടെ കോമഡി ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം ഇപ്പുറത്ത് കേൾക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പണ്ടൊക്കെ ഒരു വീട്ടിൽ മരണം നടന്നാൽ ചുറ്റുവട്ടത്തുള്ള വീടൊക്കെ മരിച്ച വീടാ. ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ മരിച്ച വീട്ടിലേക്ക് മാധ്യമപ്രവർത്തകർ വരെ കയറി ചെല്ലുകയാണ്. എന്നിട്ട് കാര്യം ചോദിക്കും, സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയായിരുന്നു മരണം? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ചോദിക്കൂ. വളരെ മയത്തിൽ, എപ്പോഴും അവരെ മാനിച്ചുകൊണ്ടും അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചിരുന്ന മനുഷ്യർ ഇപ്പൊ എങ്ങനെയാ? എല്ലാം വിൽപ്പന ചരക്കായി മാറുന്നു, മനുഷ്യത്വത്തിന് വിലയില്ലാണ്ടായിട്ട് മാറുന്നു, സാഹോദര്യം നഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് വിരാമമിടാൻ നമുക്ക് കഴിയണ്ടേ? സാഹോദര്യത്തിലൂന്നിയ സഹോദരന്റെ കാവൽക്കാരനാണെന്ന് സ്വയം പറയാൻ ശക്തിയുള്ളവരാക്കി മനുഷ്യരെ മാറ്റുക എന്ന ധർമ്മം മിഷൻ പ്രവർത്തനത്തിനുണ്ട്. ഓരോ വിശ്വാസിക്കും വിശ്വാസ പ്രഘോഷണത്തിനുണ്ട്. അപ്പൊ മാത്രമേ നമ്മൾ പറയുന്നത് ന്യായമാവൂ. ലൂക്കാ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നിയമജ്ഞൻ ചോദിക്കുകയാണ്,
നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കൽപ്പനയൊക്കെ പാലിക്കുക, അയൽക്കാരനെ, ദൈവത്തെ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഉടനെ സ്വയം നീതീകരിക്കാൻ വേണ്ടി ആള് ചോദിക്കുകയാണ്, 10:29 ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു ഒരു ഉപമ പറഞ്ഞു. യേശു പറയുന്നത് ഒരു നിയമജ്ഞനോടാണ്. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ അടുത്ത് 2 പേർ, അതിലൊരാൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു. ആ ആക്രമിക്കപ്പെട്ടത് നിങ്ങളിൽ ഒരാൾ തന്നെ ശുശ്രൂഷിക്കുന്നു. ശുശ്രൂഷിച്ചത് നല്ലവൻ, ഇത്രയും പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ യേശു ഒരു സമരിയക്കാരന്റെ ഉപമയാണ് പറയുന്നത്. നല്ല സമരിയക്കാരൻ, അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവനല്ല, നിങ്ങൾ അംഗീകരിക്കുന്നവനല്ല, പക്ഷെ അവനാണ് യഥാർത്ഥ അയൽക്കാരൻ. നമ്മളിവിടെ ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ലോ ജീവിക്കണേ. തൊട്ട അയൽവക്കത്തുള്ളവനായിട്ടുള്ള ബന്ധം നമ്മുടെ എന്താ? സാഹോദര്യത്തിന് ഏറ്റവും ഉത്തമ മാതൃകയായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. പ്രശ്നങ്ങളൊക്കെ ഉള്ളിലുണ്ട്, വിഭാഗീയതകൾ കടന്നു വരുന്നുണ്ട്, പല വിഷവും കയറിയിട്ടുണ്ട്. എങ്കിലും ഒരു സൗഹാർദ്ദപരമായ സമീപനത്തിൽ പോകാൻ നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ സ്ഥിതി ഇതല്ല. അവിടെ ധരിക്കുന്ന വേഷം പ്രശ്നമാണ്, അവിടെ പേര് പ്രശ്നമാണ്. ഇവിടെ വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ അതിഥി തൊഴിലാളികളായി ജോലി ചെയ്ത് പോകുന്നു. നമ്മുടെ വീട്ടിൽ അവർക്ക് ജോലിയുണ്ട്, നമ്മുടെ ഹോട്ടലിൽ അവർക്ക് കയറാം, അവിടെ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ അവർക്ക് കയറി യാത്ര ചെയ്യാം. ഒരു തടസ്സവും ഇവിടെ അവർക്കില്ല. കേരളത്തിൽ നിന്ന് ചെല്ലുന്നവർക്ക് ഉത്തരേന്ത്യയിൽ അതേ മനോഭാവത്തിലാണോ? അല്ല. ഈ വിഭാഗീയതകളും തർക്കങ്ങളും നിലനിൽപ്പുണ്ട്. മനുഷ്യത്വം അതിക്രൂരമായി, ഹീനമായി അവമതിക്കപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. അതിന്റെ അടിസ്ഥാന തത്വം എന്താ? അത് കേവലം ഈ 1-2 കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് കാര്യമില്ല. പ്രത്യയശാസ്ത്രപരമായ ചില നിലപാടുകൾ നമുക്കുണ്ടാകണം. പ്രത്യയശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഗോൾവർക്കർ എഴുതിയ വിചാരധാര RSSന്റെ അടിസ്ഥാന പ്രമാണമാണ്. അവിടെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രുക്കൾ, ഇവർക്കെതിരെയാണ് പോരാടേണ്ടത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയാത്തൊരു ഭാഗമുണ്ട്, അതിന്റെ ബാക്കി ഭാഗങ്ങളെ നോക്കിയാൽ നമുക്കറിയാം അത് ദളിതരും ആദിവാസികളുമാണ്. അവരെയും അവർ അവഗണിക്കും. ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറിയാൽ സംഭവിക്കാൻ പോണ എന്തായിരിക്കും? ചാതുർവർണ്ണ്യം നിലവിൽ വരും. അപ്പൊ ആരായിരിക്കും അടികൊള്ളുക? അപ്പോഴും ഈ ദളിതനും ആദിവാസിയും പാവപ്പെട്ടവനും അടികൊള്ളും. സംഭവിക്കാൻ പോണതാ, സംഭവിച്ചു കൊണ്ടിരുന്നത് അതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒരു സാഹോദര്യത്തിന്റെ പ്രവൃത്തിയാണ്. സാമൂഹികമായ ഇടപെടൽ, ഇതിനൊരു ധാർമ്മിക ബാധ്യതയുണ്ട്. നമുക്ക് വ്യക്തിപരമായി നാം നിയമങ്ങൾ പാലിക്കേണ്ടതുപോലെ, ദൈവസ്നേഹത്തിലായിരിക്കേണ്ടതുപോലെ സാമൂഹ്യമായും നമുക്ക് കഴിയണം. സാമൂഹ്യമായും പാപമുണ്ട്. സമൂഹത്തിൽ തൊട്ടടുത്തൊരുവൻ കഷ്ടത അനുഭവിക്കുമ്പോൾ ഞാനത് കണ്ടില്ലെന്ന് നടിച്ചാൽ നിശ്ചയമായിട്ട് ഞാൻ ദൈവത്തിനെതിരാണ്. അയൽക്കാരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെയും സ്നേഹിക്കുന്നില്ല. സ്നേഹം അയൽക്കാരനൊരു ഉപദ്രവം ചെയ്യില്ലെന്ന് മാത്രമല്ല, സ്നേഹം അയൽക്കാരന് തുണയായിട്ട് മാറും. മാർട്ടിൻ നേമുള്ളറിന്റെ പ്രസിദ്ധമായ കോട്ടുണ്ടല്ലോ, കവിത എന്നൊക്കെയാണ് പലരും പറയുന്നത്, ഒരു കോട്ടാണ്. ഫസ്റ്റ് ദേ കെയിം ഫോർ സോഷ്യലിസ്റ്റ് എന്നാരംഭിക്കുന്ന സുപ്രസിദ്ധമായ കോട്ട്. അതിൽ പറയുന്നത് എന്താ? ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാൻ സംസാരിച്ചില്ല, കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ല. പിന്നെ അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാൻ സംസാരിച്ചില്ല, കാരണം ഞാൻ തൊഴിലാളിയല്ല. പിന്നീട് അവർ യഹൂദരെ തേടി വന്നു. അപ്പോഴും ഞാൻ ഒരു അടിയില്ല, കാരണം ഞാൻ യഹൂദനല്ല. പിന്നെ അവർ എന്നെ തേടി വന്നു. അപ്പൊ എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരും ഉണ്ടായില്ല. ഇതാണ് ഇന്ത്യയിലെ സ്ഥിതി. സ്വാർത്ഥത്തിൽ കുടുങ്ങി അവനവൻ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അയൽക്കാരൻ ബാധ്യതയല്ല, രാജ്യം ബാധ്യതയല്ല, ആരോടും കടപ്പാടില്ല. ചുരുങ്ങി 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 ഇപ്പൊ എങ്ങനെയായിട്ടുണ്ട്? കേവലം വ്യക്തിയായിട്ടുണ്ട്. കുടുംബത്തിൽ തന്നെ സഹോദരങ്ങളുമായി ബന്ധമില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമില്ല, ആർക്കു വേണ്ടിയും ആയിരിക്കാൻ മനസ്സുറച്ചിട്ടില്ല. ക്രൈസ്തവ ധാർമ്മികതയ്ക്കെതിരായ ഭാവമാണ്. ഈ ഭാവമാണ്
ഈ അധാർമിക ശക്തികൾ വളരാൻ കാരണമായിട്ട് മാറുന്നു. സംഘപരിവാർ ശക്തികൾ പറഞ്ഞത് 3 പേരെയാണ്: ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ. അത് പണ്ട് പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞതല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ 2014 ഇന്റർനാഷണൽ ഹിന്ദു കോൺഫറൻസിൽ ഡൽഹി നടക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് മോഹൻ ഭാഗവത് പറഞ്ഞു, ഞങ്ങൾ ഈ പദ്ധതി മാറ്റിയിട്ടില്ല. 5 പേരായി ശത്രുക്കൾ: മെക്കോളൈസം, മെറ്റീരിയലിസം, മാർക്സിസം, മുസ്ലിം എക്സ്ട്രീമിസം, മിഷണറിസം. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രത്യയശാസ്ത്രം വിപുലീകരിച്ചാണ് പറഞ്ഞത്. മെക്കോളൈസം നമുക്കറിയാലോ, ഇംഗ്ലീഷ് ഭാഷ നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അത് എന്തിന്റെ പേരിലുള്ളതാ? ലോകത്തുള്ള തുറസ് നഷ്ടപ്പെടുത്താനാ, അറിവിന്റെ വരവിന് തുറസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. രണ്ടാമതോ മെറ്റീരിയലിസം. അത് കണ്ടല്ലോ, വിദ്യാഭ്യാസ മേഖലയിൽ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണ്ട, പീരിയോഡിക് ടേബിൾ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കേണ്ടതിനെ കുറിച്ച് ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് പഠിപ്പിക്കണം, പശുവിന്റെ കൊമ്പിന്റെ ഇടയ്ക്ക് റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളുണ്ടെന്ന് പഠിപ്പിക്കണം, മൂത്രത്തിൽ സ്വർണം കണ്ടെത്തണം, ഐതിഹ്യം പറയുന്ന സരസ്വതി നദിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് 500 കോടി, യോഗ പഠിപ്പിക്കാൻ. ഇങ്ങനെ അസംബന്ധ ജടിലമായ കാര്യങ്ങളെ ശാസ്ത്രമായി പറയുകയും യഥാർത്ഥ ശാസ്ത്രീയതയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. മെറ്റീരിയലിസം നഷ്ടപ്പെടുത്തുന്നു. ഭൗതികവാദപരമായ ചിന്തകളെ ഉപേക്ഷിക്കുന്നു. ഭൗതികത യാഥാർത്ഥ്യമാണ്. ഭൗതികത ആത്മീയത ഉള്ളത് തന്നെയാണ്. കാരണം ആത്മാവിന്റെ പ്രകാശത്തിൽ ഭൗതികതയെ ഉപയോഗിക്കുമെങ്കിൽ അത് ആത്മീയതയാണ്. ഭൗതികതയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ആത്മീയത. ഭക്ഷണം ഒരു ഭൗതിക വസ്തുവാണ്, അത് അവരിന് കൊടുക്കുമ്പോൾ ആത്മീയതയാകും. നിങ്ങളുടെ രക്തം ഒരു ഭൗതിക വസ്തുവാണ്, അത് വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആത്മീയതയാകും. നിങ്ങളുടെ കഴിവ് ഭൗതികമാണ്, ആ കഴിവ് മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആത്മീയമായിട്ട് മാറും. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക ശേഷിയാണ് വിനിയോഗിക്കുന്നത്, അത് ആത്മീയതയായിട്ട് അനുഭവപ്പെടും. ആത്മീയത ഭൗതികതയ്ക്കകത്ത് വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. മെറ്റീരിയലിസം തകർക്കപ്പെടുന്നു. മൂന്നാമത് മാർക്സിസം. എന്താണ് മാർക്സിസത്തിന്റെ കുഴപ്പം? അവിടെ ഈ പറഞ്ഞ വിഭജനങ്ങൾക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് മാർക്സിസം വേണ്ട. നാലാമത് മിഷണറിസം. എന്തുകൊണ്ടാണ് മിഷണറിമാരെ എതിർക്കുന്നത്? അത് കേവലം മതപരമായ പ്രശ്നമല്ല. അതുകൊണ്ട് കാരണം ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമില്ലെന്നറിയാം. പല ജാതികളായിരിക്കുന്ന നമ്മുടെ ഇടയിൽ താമസിക്കുന്ന ഹിന്ദു എന്ന് പിന്നീട് പേർ വിളിക്കപ്പെട്ട ആളുകൾ ഈ മതവിഭജനത്തിന്റെ യാതൊരു യുക്തിയിലും അല്ല പ്രവർത്തിക്കുന്നത്. നമ്മളോട് സഹകരണത്തിലും സ്നേഹത്തിലുമാണ്. ഹിന്ദുത്വം എന്ന പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, പൊളിറ്റിക്കൽ ഹിന്ദുത്വ, അത് സവർണാധിപത്യത്തിൻ്റെതാണ്. ഈ സവർണാധിപത്യത്തിന്റെ പൊളിറ്റിക്കൽ ഹിന്ദുത്വ മിഷണറിസത്തെ എതിർക്കുന്നത് ഈ തട്ടുതിരിവ് അവസാനിപ്പിച്ചതിൽ പ്രധാന ഇടപാടുകാര് ക്രൈസ്തവരായതുകൊണ്ടാണ്. അക്ഷരം പഠിപ്പിച്ച് അറിവ് കൊടുത്ത് ഒപ്പം നിൽക്കാൻ പ്രാപ്തനാക്കിയാൽ തുല്യത എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു വന്നപ്പോഴാണ് ഇതിന് കൂടുതൽ എതിർക്കുന്നത്. കാരണം ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കപ്പെടും. ആ നിലയിൽ ആൾ അടിമത്തത്തിൽ നിൽക്കില്ല. പിന്നെ എക്സ്ട്രീം മുസ്ലിമിസം, മുസ്ലിം എക്സ്ട്രീമിസം, അത് പിന്നെ പറഞ്ഞു വന്ന് എല്ലാ മുസ്ലിങ്ങളും എക്സ്ട്രീം ആണെന്ന് പറയും. അങ്ങനെയാണല്ലോ. മിഷണറിമാർ എല്ലാം മോശക്കാരായി. നേരത്തെ ക്രിസ്ത്യാനികൾ എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പം മിഷണറിസം എന്ന് തുറന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാമൂഹ്യമായ പ്രശ്നങ്ങളെ ഒന്നാകെ പരിഗണിക്കാനും ഇവിടെ നടക്കുന്ന അനീതിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സ്വരമുയർത്താനും തയ്യാറാകണം. അല്ലാതെ നമ്മുടെ രണ്ടുപേരെ പിടിച്ചതോ ഏതെങ്കിലും ഒരു സംഭവമല്ല കേന്ദ്രമായിട്ട് മാറേണ്ടത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യ കന്യാസ്ത്രീകൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാന്ന്. അപ്പൊ നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറയുന്ന വാക്കിൽ നമ്മൾ വെളിപ്പെടുമല്ലോ. നമുക്ക് ഈ പറഞ്ഞ തിന്മയുമായി എന്ത് ബന്ധം? പരദ്രോഹത്തിന്റെ സംഘവുമായിട്ട് നമുക്ക് എന്താ ബന്ധം? ആ ബന്ധം കളയാണ് വേണ്ടത്. ഒരു കിരീടം കണ്ടോ, ഒരു കുരുത്തോല പിടിക്കാൻ വരുന്ന കണ്ടോ, നോമ്പ് തുറയ്ക്ക് കഞ്ഞി കുടിക്കണ കണ്ടോ,
തിരുനാളിനിടയിൽ കൂടി കയറി വന്ന ആളുകളുടെ ഇടയിൽ ആനയായി കളിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പരസ്നേഹത്തിലൂന്നിയതാണ്. നമ്മൾ വ്യക്തികളല്ലട്ടോ എതിർക്കണം, നമുക്ക് വ്യക്തികളോടല്ല വിരോധം. പ്രത്യയശാസ്ത്രപരമായി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ പ്രവർത്തനങ്ങൾക്ക് നേർ വിപരീതം നിൽക്കാൻ പറ്റണം, ഭരണകൂട ഭീകരതയ്ക്കെതിരെ നിൽക്കാൻ പറ്റണം. ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവർ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ആദിവാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ദളിതർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ഒരേ മനോഭാവത്തിൽ നിൽക്കാൻ പറ്റണം. അതല്ലാതെ കേവല സമുദായ പ്രശ്നമാക്കി ഇതിനെ ഒതുക്കരുത്. അങ്ങനെ ഒതുക്കുന്നത് അപകടകരമാണ്. നമ്മൾ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശ്വാസിക്ക് പ്രധാനമായി കഴിയേണ്ടതുണ്ട്. സത്യപക്ഷത്ത് നിൽക്കാൻ, ദരിദ്രരോടൊപ്പം നിൽക്കാൻ, പീഡിതരോടൊപ്പം നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ അപകടമെന്നറിയാം. ജർമ്മൻ തത്വചിന്തകയും എഴുത്തുകാരിയുമായിരുന്ന ഹന്ന അർണന്റ് പറയുന്നുണ്ട് ഐക്മാൻ ഇൻ ജെറുസലേം എന്ന് പറയുന്ന പുസ്തകത്തിൽ. ഹന്ന അവിടെ എത്തുന്നത് വിചാരണ കാണാനാണ്. ഐക്മാൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ, 60,000-ലധികം യഹൂദന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്തയാണ്. അവസാനം ഒളിച്ചൊക്കെ താമസിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുക. ആ വിചാരണ വേളയിൽ അയാളെ കാണാൻ ചെല്ലുന്ന ഇത്രയും പേരെ കൊന്ന ക്രൂരനായ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയാണ്. അഡോൾഫ് ഐക്മാൻ. അഡോൾഫ് ഐക്മാൻ എന്ന് പറയുന്ന ആളെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, കുലീനനായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, ഇയാളാണോ ഇത്രയൊക്കെ ചെയ്തത്? എന്നിട്ട് അവരത് പറയുന്നുണ്ട്. ഒരു ഫാസിസ്റ്റ് ഭീകരവാദം നടക്കുന്നത് ആ ചെയ്യുന്ന ആളുടെ ശക്തി കൊണ്ടല്ല, അത് കണ്ടിട്ടും മൗനം പാലിക്കുന്നവരുടെ ബലത്തിലാണ്. എന്റെയും നിങ്ങളുടെ ബലത്തിലാണ് ഈ അതിക്രമങ്ങൾ എന്നറിയണം. നമ്മുടെ മൗനമാണ് രാജ്യത്ത് ഈ നവഫാസിസ്റ്റ് ശക്തികൾ പ്രവർത്തിക്കാൻ കാരണം, ഈ അക്രമങ്ങൾ നടക്കാൻ കാരണം, ജനത ഒന്നാകെ അടിച്ചമർത്തപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ കാരണം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അന്യമത വിദ്വേഷത്തിന്റെയും അപരദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന അധമ ശക്തികളെ നേരിടാൻ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയാണ് യഥാർത്ഥ ആത്മീയത. അത് ക്രിസ്തുവിൻ്റെതാണ്. അയൽക്കാരൻ ആരാണ്? ആരാണ് നിന്റെ അയൽക്കാരൻ? നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണെന്ന് തിരിച്ചറിയണം. അവരന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. അങ്ങനെ പ്രശ്നത്തെ ചെറുതായി ഒതുക്കാതെ സമഗ്രതയിൽ ഈ പ്രശ്നത്തിന്റെ ആത്യന്തികമായ മൂലത്തെ തന്നെ പിഴുതുമാറ്റാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഒരു സമരം വിജയിക്കുക എന്നുള്ളതല്ല. ക്രിസ്ത്യാനികൾ സമരം ചെയ്യേണ്ട ആളുകളല്ല. നമുക്കിട്ട് അടികൊള്ളുമ്പോൾ സമരം ചെയ്യേണ്ട ആളുകളല്ല. നമുക്കിട്ട് അടികൊള്ളുമ്പോൾ സമരം ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർക്ക് അടികൊള്ളുമ്പോൾ അവർക്ക് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടവരാണ്. നമുക്കിട്ട് അടികൊള്ളുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, നിശ്ചയമായും പീഡിപ്പിക്കപ്പെടും. പീഡിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രഘോഷണത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം. യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരെ പ്രതികൂലമൊന്നുമില്ലെങ്കിൽ, പീഡനമൊന്നുമില്ലെങ്കിൽ, അധിക്ഷേപമൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നമ്മൾ ക്രിസ്തുപക്ഷത്തല്ല, എവിടെയോ വീണിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നത് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ശുശ്രൂഷ മര്യാദയ്ക്ക് നടക്കണമെന്നാണ്, സ്നേഹപ്രവൃത്തി മര്യാദയ്ക്ക് നടക്കണമെന്ന് അതിനർത്ഥം. നമ്മൾ വിജയത്തിലാണെന്ന. അടി കൊള്ളാതിരുന്നാലോ, എല്ലാവരും പ്രശംസിച്ചാലോ, പട്ടും പളയം തന്നാലോ സൂക്ഷിച്ചോളണം. അതിപ്പോ ജോർജ് കുര്യനൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ജോർജ് കുര്യൻ മന്ത്രിയായി, എന്ത് നമുക്ക് മനസ്സിലായി? ജോർജ് കുര്യൻ ക്രൈസ്തവനല്ല, അത്ര മനസ്സിലായി. അദ്ദേഹം പറയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് അദ്ദേഹം ലോകത്ത് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ക്രൈസ്തവനല്ലെന്ന. ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് ആക്ഷേപിക്കാൻ പറഞ്ഞാൽ കേട്ടോ, അത് വെളിപ്പെടണതാ. ഇതിപ്പോ ആരുടെയും പ്രശ്നമല്ല. ചില ആളുകൾ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഈ BJP സർക്കാരിനെ മോദിയുടെയൊക്കെ കാര്യം തിരുമ്മിക്കൊണ്ടു നടന്നു. നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. അവര് വെളിപ്പെടുത്തുന്നവർ ക്രൈസ്തവരല്ലെന്ന്. അന്യമത വിദ്വേഷം പറയുകയും മറ്റുള്ളവർക്കെതിരെ തിരിക്കുകയും അവരിൽ അകന്നു നിൽക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ ക്രൈസ്തവരല്ലെന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ പീഡയേൽക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നവരാണ്. അന്യായമായി എന്റെ നാമത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. നമ്മളിത് പറയുന്നത് ധൈര്യത്തോടെയാണ്. നമുക്ക് നേരെ അതിക്രമം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഒരു അതിക്രമത്തെയും ഭയപ്പെടില്ല, ഒരു തടവറയും ഭയപ്പെടില്ല. ഇവർക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ കൊല്ലാൻ സാധിക്കില്ല എന്ന ബോധ്യമുണ്ട്.
കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം ജീവിക്കുന്നത്. അത് എവിടെ ഒരുവൻ അടിയേൽക്കുന്നുവോ പീഡനമേൽക്കുന്നുവോ അവന്റെ പക്ഷം ചേരാനുള്ള വിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അവരുടെ ഒപ്പമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളോടും ആദിവാസികളോടും ദളിതരോടും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ രക്തത്തിന്റെ ഭാഗമാണെന്ന ഉറപ്പിൽ നമുക്ക് ഏറ്റുപറയാൻ കഴിയണം, ഞങ്ങൾ ക്രിസ്തുവിൽ വിമോചനത്തിന് വേണ്ടിയാണ്, സകല മനുഷ്യരെയും വിമോചിപ്പിക്കുക എന്ന രക്ഷയുടെ മാർഗത്തിന്റെ ഭാഗത്താണ്. ഒരു മനുഷ്യത്വവും അവമതിക്കപ്പെടുന്നവരുമായി ഒരു പങ്കാളിത്തവും ഞങ്ങൾക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. ഞാൻ പറയുന്ന ആശയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, എങ്കിലും ഒന്ന് ചിന്തിക്കാൻ തയ്യാറാണ്. ചിന്താശേഷി ഇല്ലാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ അപകടം. നാം ചിന്തിക്കുന്നില്ല, സ്വയം തർക്കിക്കുന്നില്ല. അവനവനിൽ തന്നെ ചിന്തയുണ്ടാവണം. യേശുപക്ഷത്താണെങ്കിൽ എവിടെ ഒരുത്തിന് അടി കൊണ്ടാലും അത് എനിക്കിട്ട് കൊണ്ടതുപോലെ തന്നെയാണ്. എവിടെ ആര് പീഡിപ്പിക്കപ്പെടുന്നുവോ അത് ക്രിസ്തുവാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും. ആ ഒരു ബോധ്യം നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ത്വരിതപ്പെടുത്തട്ടെ. നമുക്കിട്ട് അടികൊണ്ടതിലല്ല, നമ്മുടെ കന്യാസ്ത്രീമാർ ജയിലിലായതല്ല നമുക്ക് സങ്കടം. ഇന്ത്യ തകർക്കപ്പെടുന്നു എന്നതിലാണ്, ഭരണഘടന അവഹേളിക്കപ്പെടുന്നു എന്നതിലാണ്. ക്രിസ്തു മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. പരസ്നേഹത്തിലൂന്നിയ ജീവിതം നയിച്ചുകൊണ്ടും എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്നവരായി മാറിക്കൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.